സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. 1 രാജാക്കന്മാർ അധ്യായം 17 1 മുതൽ 4 വരെ. എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായെന്തെന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കണം. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 1 രാജാക്കന്മാർ 17 അധ്യായം 1 മുതൽ 4 വരെ നാം വായിച്ചാൽ, ദൈവം തൻ്റെ ദാസനായ ഏലിയാവിനോടും അതുപോലെ തന്നെ ദൈവം കാക്കയോടും കൽപ്പിക്കുന്ന കൽപ്പനകളാണ് നാം കാണുന്നത്. ആദ്യമായി ഏലിയാവ് എന്ന പ്രവാചകനോടുള്ള കൽപ്പന, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കെരീത്ത് തോട്ടിനരികെ ചെന്ന് അവിടെ ഒളിച്ചിരിക്കണം. തോട്ടിൽ നിന്ന് വെള്ളം കുടിച്ചു കൊള്ളണം. നിനക്ക് അവിടെ ഭക്ഷണത്തിനുള്ള ക്രമീകരണം ഞാൻ ഒരു കാക്ക വഴി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ദൈവത്തിന് കാക്കയോടുള്ള കൽപ്പന എന്താണെന്ന് നോക്കാം. ഏലിയാവിന് വേണ്ടി ദൈവം ഒരു കൊറിയർ സർവീസായി ഒരു കാക്കയെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഞാൻ എൻ്റെ ദാസനെ കെരീത്ത് തോട്ടിനരികെ അയച്ചിട്ടുണ്ട്. നീ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അവന് അപ്പവും ഇറച്ചിയും കൊണ്ടുപോയി കൊടുക്കണം. ദൈവം പറഞ്ഞാൽ അനുസരിക്കാത്ത ആരാണുള്ളത്? അതെ, ഈ മുഴുവൻ പ്രപഞ്ചത്തെയും സകല ചരാചരങ്ങളെയും, പക്ഷികളെയും മൃഗങ്ങളെയും മനുഷ്യരെയും, ഇങ്ങനെ സർവവും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? ഇതാ, നമ്മുടെ കുഞ്ഞുമക്കളുടെ കരങ്ങളിൽ ഏതെങ്കിലും പലഹാരമിരുന്നാൽ അതിനെ പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്ന കാക്കയെ ഏലിയാവിനു വേണ്ടി കൊറിയർ സർവീസാക്കുന്ന ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവം തൻ്റെ ദാസരെ, ദൈവം തൻ്റെ മക്കളെ, തൻ്റെ ഭക്തരെ, തന്നിൽ ആശ്രയിക്കുന്നവരെ, തന്നിൽ വിശ്വസിക്കുന്നവരെ എപ്രകാരം അത്ഭുതകരമായി അതിശയകരമായി വഴി നടത്തുന്നു എന്നുള്ളതിന് ഈ ചരിത്രം ഒരു ഉദാഹരണമാണ്. ഏലിയാവിനോട് ദൈവം കൽപ്പിച്ച് കെരീത്ത് എന്ന തോട്ടിനരികെ അയക്കുകയും ആ പ്രദേശത്ത് ആ നാളുകളിൽ 3.5 വർഷത്തെ ക്ഷാമം, ആ ക്ഷാമം അവസാനിക്കുന്നതുവരെ അവിടെ ദൈവം കാക്കയോട് കൽപ്പിച്ച് തൻ്റെ ദാസന് രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കൊടുക്കുന്നതാണ് നാം കാണുന്നത്. ഇവിടെ ഇന്നത്തെ നമ്മുടെ
ധ്യാന ചിന്ത. ഇതിലടങ്ങിയിരിക്കുന്ന സന്ദേശം ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ എപ്രകാരം പരിപാലിക്കുന്നു, പരിപോഷിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് ദൈവം തിരഞ്ഞെടുത്ത അവിടുത്തെ മക്കളെ ഒരിക്കലും അവിടുന്ന് കൈവിടുകയില്ല. ക്ഷാമത്തിലും ക്ഷേമമായി പോഷിപ്പിക്കുവാൻ അവിടുന്ന് മതിയായവനാണ്. ആമേൻ.